അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു വന്നപ്പോഴേക്കും ഏകദേശം 2 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കൾക്കൊക്കെ ഫുഡ് കൊടുക്കാന്ന് വിചാരിച്ചു. ഫുഡൊക്കെ നമ്മൾ കാറ്ററിംഗ് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡിന്റെ ഭാഗത്തേക്കാണ് തിരിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പിള്ളേരുടെ പരിപാടിയൊക്കെ നമുക്ക് അടിപൊളിയാക്കാൻ പറ്റും. മക്കൾ അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നാൽ ചിലപ്പോൾ തീർന്നെന്ന് വരില്ല. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ വാരി കൊടുക്കാനൊക്കെ നിന്നു. ശേഷം നമ്മൾ വലിയവരൊക്കെ ഫുഡ് കഴിക്കായിരുന്നു. അങ്ങനെ ഒരു 10 കൂട്ടം കറികളായിട്ട് അടിപൊളി ഒരു സദ്യ ഉണ്ട് കഴിച്ചു. ഇബ്രാഹിം ഇവിടെ സൈഡിൽ കിടന്നിട്ട് എന്റെ കായനുറക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ എന്റെ കഴിക്കലൊക്കെ കഴിഞ്ഞ് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് എപ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ ഇതുപോലെ വൃത്തിയിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആകപ്പാടെ ഒരൊറ്റ വേസ്റ്റ് മാത്രമേ എന്റെ അല്ലേ. നിങ്ങൾ ആരെയും ഇങ്ങനെ കഴിക്കണവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ, ചുമ്മാ ഒന്ന് അറിയാൻ. ലാസ്റ്റിലായിട്ട് ഒരു അടപ്രഥമനും കൂടെ കഴിച്ചപ്പോ സംതൃപ്തി. പിന്നെ ടീച്ചറും ഹെൽപ്പറൊക്കെ കഴിക്കാണ്ടായിരുന്നു. അപ്പൊ അവർക്കുള്ള ഫുഡൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കട്ടെ. ഞങ്ങൾ അവരും കൂടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങൾ ഇറങ്ങി. അകട്ടി ഇറങ്ങാൻ നേരത്തെ ഒന്ന് വീണായിരുന്നു. അതാണ് മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നുണ്ട്. പിന്നെ ക്യാമറ കണ്ടപ്പോ ചിരിച്ചു. ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയപ്പോ അത് കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ അൺബോക്സ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ആദ്യത്തേൽ ഒരു സ്കെച്ചും കിട്ടി. പിന്നെ രണ്ടാമത്തേൽ ക്രയോണും കിട്ടിയിട്ടോ. അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയപ്പോ അവൾക്ക് വീണേന്റെ സങ്കടമൊക്കെ മാറി കിട്ടിട്ടോ. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പൊ ഓക്കെ, ബൈ.